റവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. അത് വറുത്തതോ വറുക്കാത്തോ ഏത് വേണേലും എടുക്കാം. അതിനകത്തേക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്തത്, എന്നാൽ ഒത്തിരി പുളിയല്ല. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു അരമണിക്കൂർ സമയത്തിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ സമയത്ത് കണ്ടോ ഒന്നും റവ ആയതുകൊണ്ട് ഒന്നുകൂടി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് കുറേശ്ശെ വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് കുറച്ച് ലൂസാക്കി എടുക്കണം. കുറേശ്ശെ ഒഴിക്കണം. ഇനി അല്പം വെജിറ്റബിൾ, ക്യാരറ്റ്, സവോള, കാപ്സിക്കം, അതുപോലെ തന്നെ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 അരിഞ്ഞത്, അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിച്ചപ്പാണ്, ഇഞ്ചി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിന് താഴെ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അല്പം കൂടെ വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നി അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതുപോലെ ചെറിയൊരു പാനിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് മാവ് ഒന്ന് കോരി വെച്ച് ഒന്നരത്തവി മാവ് കോരി ഒഴിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രുചികരമായ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തു വിടാം. ആർക്കും കഴിക്കാം, ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ്സ് ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.